ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് കട്ട്ലേറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് 2 ക്യാരറ്റും ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി 3 സവോള കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് പൊടിച്ചെടുത്തതായത് കേട്ടോ. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊന്ന് പൊടിച്ചെടുക്കാവേ. നല്ലോണം കൈകൊണ്ട് പൊടിച്ചെടുത്താലും മതി, അല്ലേ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് വഴട്ടിയെടുക്കണം. ഇപ്പോൾ ബീഫിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ കിഴങ്ങും അതിനനുസരിച്ച് കൂട്ടാവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റായത്. ഇനി ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് കടുകായിട്ട് കൊടുക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ വേഗം വഴണ്ട് കിട്ടും കേട്ടോ. ഉള്ളി ഒന്ന് നല്ലോണം വഴണ്ട് കിട്ടിയേച്ചാൽ മതി, ബ്രൗൺ കളറൊന്നും ആവണ്ടേ. ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി കിട്ടുമ്പോഴത്തേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ എരിയുടെ അനുസരിച്ച് മുളക് ചേർത്താൽ മതി. ഞാനൊരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, അതും വട്ടത്തി അരിഞ്ഞതാണ്. ഇതും ചേർത്ത് കൊടുത്ത് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്ര ചേർത്താലും നല്ലതാണല്ലോ. ഇനി എല്ലാം കൂടെ ഇളക്കി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ആ പച്ചമണമൊക്കെ മാറി കിട്ടുന്ന സമയത്ത് ഒരു വലിയ തക്കാളി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയുടെ ഒരു കഷ്ണം കൂടി ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയേ. ഒരു തക്കാളി മതി, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാടി വരട്ടെ. ഇനി കുറച്ച് പൊടിയേറ്റ് ഇടാം. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ പെരിഞ്ചീരകം ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല, ഇത്രയും സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ മുളക് പൊടി വേണ്ടവർക്ക് ചേർക്കാം. മുളക് പൊടിയൊക്കെ ഓപ്ഷനില്ല, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടിക്കിട്ടട്ടെ. നല്ല നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ബീഫ് ഒന്ന് ഈ മസാലയിൽ കിടന്ന് നല്ല ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമ്മൾ ഉടച്ചു വെച്ചിട്ട് കിഴങ്ങൊക്കെ ഇല്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ കണ്ടോ, എല്ലാം നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കിഴങ്ങ് വേവിച്ച സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ബീഫൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങിൻ്റെ കൂട്ടി ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതും ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ല ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ല കുഴഞ്ഞ ഭാഗത്ത് മിക്സ് ചെയ്ത് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കണം. എന്നാലേ ഇതെല്ലാം കൂട്ടും കൂടി നല്ല യോജിച്ച് കിട്ടത്തുള്ളേ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇറക്കി വെച്ച് ആറിയതിന് ശേഷം വേണം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. ഇത് മാത്രം പോരാ കേട്ടോ, കുറച്ച് ചേരുവകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നേരത്തെ, അതും കൂടി കാണിക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കട്ട്ലേറ്റിൻ്റെ കൂട്ടിപ്പം നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് 2-3 ഷേപ്പാക്കി എടുക്കണം. ഞാനൊരു ഓവൽ ഷേപ്പിലും അതുപോലെ റൗണ്ട് ഷേപ്പിലുമാണ് എടുക്കുന്നത്. അങ്ങനെ എല്ലാം ഉണ്ടാക്കി വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇതിന് അച്ചുണ്ട്, മോൾഡ് വെച്ചിട്ടാണ് നമുക്കത് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇതിപ്പം ഞാൻ കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇച്ചിരി വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സൈസ് വേണേൽ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ഉണ്ടാക്കിയെടുക്കാവേ. എല്ലാം നമുക്ക് ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മുക്കി ഓരോന്നും കോട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാവേ. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കട്ട്ലേറ്റും ഉണ്ടാക്കിയെടുക്കാവേ. ഇനിയിപ്പം ഞാൻ ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലായിടത്തും പൊടിയാതെ തന്നെ ആ ക്രംസൊക്കെ പിടിപ്പിച്ചെടുക്കണം. ഇനി എല്ലാം ഇതുപോലെ തന്നെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ടാണെങ്കിൽ അത് നമുക്ക് എണ്ണയില്ലാണ്ട് പൊരിച്ചെടുക്കാം. ഞാൻ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഒരു പാൻ ചൂടായപ്പോഴത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി അതൊന്ന് ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഓരോന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ചിടണം. എന്നാൽ ഫ്ലെയിം കുറച്ചിട്ടാൽ മാത്രമേ ഉള്ളൂ കരിയാതെ നമുക്ക് കിട്ടുകയുള്ളൂ. രണ്ട് സൈഡും മറിച്ചും തിരിച്ചും വിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്തേച്ചാൽ മതി. അധികം വേവില്ല. ഈ ബ്രെഡ് ക്രംസ് ഒന്ന് കളറ് മാറി വന്നേച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റണം. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കരിഞ്ഞു പോകരുത്. അതൊന്ന് നോക്കിക്കണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡ് ഒന്ന് ആകുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് മാറ്റാവേ. നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനങ്ങൾ വെച്ചിട്ടാണെങ്കിലും കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ചീരയില വെച്ചിട്ടും അതുപോലെ വാഴക്കൊമ്പ് വെച്ചിട്ടൊക്കെയുള്ള കട്ട്ലേറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കട്ട്ലേറ്റായത്. നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനം വെച്ചിട്ടും കട്ട്ലേറ്റ് ഉണ്ടാക്കാം. പിന്നെ ഇതിന് ടേസ്റ്റി ആയിട്ട് കൂട്ടിക്കഴിക്കാൻ ഞാനൊരു കൂട്ടുകൂടി പറഞ്ഞു തരാം. സവോളയും അതുപോലെ തക്കാളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം വിനെഗർ ചേർത്ത് ഇളക്കിയെടുത്താൽ മതി. അതിൻ്റെ കൂടെ സോസും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ അടുത്ത് ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ആക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവേ. നല്ല ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ളൊരു കട്ട്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഉണ്ടാക്കാവുന്ന ഈ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇനി ഞാൻ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.